വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഓവൻ ഇല്ലാതെയാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ മൈദ അല്ല യൂസ് ചെയ്യുന്നത്, വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് വീറ്റ് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഈ മൈദ ആയാലും വീറ്റ് ഫ്ലോർ ആയാലും ഒക്കെ കേക്കിന് വേണ്ടി എടുക്കുമ്പോൾ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇത് 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് ഇത് അരിച്ചിട്ടാണ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ആണ് ചേർത്തത്. 1 കപ്പ് പൗഡർഡ് ഷുഗർ വേണം. ഞാനിപ്പോൾ 1 കപ്പിനെക്കാട്ടിലും കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്, മധുരം കൂടുതൽ വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് പൗഡർഡ് ഷുഗർ എടുക്കണം. ഈ മുട്ട ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ പൗഡർഡ് ഷുഗർ കുറേശ്ശെയായിട്ട് ഇതിലിട്ടിട്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. ഈ പൗഡർഡ് ഷുഗർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം പൗഡർഡ് ഷുഗർ എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഈ ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടർ യൂസ് ചെയ്താലും മതി. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് നല്ലപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഫ്ലോർ ചേർക്കുന്നതിനോടൊപ്പം തന്നെ പാലും കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലോർ 2-3 ടേബിൾ സ്പൂൺ വീതം ഒരു നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫ്ലോറ് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇതേപോലെ ഫ്ലോറ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പാൽ ഒഴിച്ചിട്ട് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം. പാല് ഫുള്ളായിട്ടും ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ്. ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കോഫി പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കോഫി, 1 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനെഗറാണ് ചേർക്കുന്നത്. ഈ വിനെഗർ ചേർക്കുമ്പോൾ മുട്ടയുടെ മണവും ഇല്ലാതെ വരും. അതുപോലെ കേക്ക് നന്നായിട്ട്
സ്പോഞ്ചി ആയിട്ട് കിട്ടുകയും ചെയ്യും. വിനാഗിരി ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കാം. സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ഒരു പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂവർ ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചൂട് പോയിട്ടാണ് ഐസിങ് ചെയ്യേണ്ടത്. ഇതൊരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂട് പോയിട്ട് ഇത് 3ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ക്രീം ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വാനില എസൻസും ഒരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ക്രീമും തയ്യാറായിട്ടുണ്ട്. കേക്ക് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ ഷുഗർ മെൽറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുമ്പോൾ കേക്ക് ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വീണ്ടും ഇതുപോലെ എല്ലാ ലെയറിലും ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറി ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. കേക്കെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഈ ക്രീം ഉപയോഗിച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും സൈഡിലും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ഐസിങ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ചെറിയ സ്റ്റാറിൻ്റെ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും താഴെ ബോർഡറും ഒക്കെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ കട്ട് ചെയ്ത ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ മൈദ യൂസ് ചെയ്യാത്തവർക്കും ഇതിൽ വീറ്റ് ഫ്ലോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കൊരു തത്തയുണ്ട്. ഇതിൻ്റെ പേര് മിട്ടു എന്നാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് എന്നോട് തത്ത ഉണ്ടോയെന്ന്. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കണേന്ന്. ഇതിനെ ഞാൻ ഇവിടെ ഷാർജ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 2 ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് 4-5 മാസം പ്രായമുണ്ട്.
ഇതിനെ കുറച്ച് നേരമൊക്കെ പുറത്ത് തുറന്നു വിടാറുണ്ട്. ബാക്കി സമയം കൂട്ടിലിടും. ഞങ്ങളുമായിട്ടൊക്കെ നന്നായിട്ട് ഇണങ്ങിയ ആളാണ്. ദേഹത്തൊക്കെ വന്നിരിക്കും. പിള്ളേരുടെ കൂടെ, എൻ്റെ ഇളയ മോൻ്റെ കൂടെയാണ് കൂടുതൽ ഇയാൾക്ക് കളിക്കാൻ ഇഷ്ടം. ഇതിൻ്റെ പേര് തനിയെ പറയും, മിട്ടു എന്ന് തന്നെ തനിയെ പറയും. പിന്നെ എന്തൊക്കെയോ സൗണ്ട് വയ്ക്കും. കൂടുതലൊന്നും സംസാരിക്കാറായിട്ടില്ല. ഇയാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് പച്ചമുളക് കഴിക്കുന്നതാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാറുണ്ട്. നട്ട്സ് കൊടുക്കും. ചോറും മീൻകറിയും ഇഷ്ടമാണ്, അതും കൊടുക്കാറുണ്ട്. 2 മണിക്കൂറൊക്കെ ഇങ്ങനെ പുറത്ത് തുറന്നു വിടും. ബാക്കി സമയം കൂട്ടിലിടും. കൂട്ടിലിട്ട് കഴിയുമ്പോൾ ആരെയും കാണാതെ വരുമ്പോൾ ഇയാൾ തനിയെ ഇരുന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. ഇതേപോലെ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഇട്ട് കളിക്കും. അതുപോലെ ടോയ്സൊക്കെ എടുത്തിട്ട് മോൻ്റെ കൂടെ ഇതുപോലെ കളിക്കാറുണ്ട് ഇയാൾ. താങ്ക് യു.